ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലേ. KSEBന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെയും കറണ്ട് കാണത്തില്ലെന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. ഫ്രീസറിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇരിപ്പില്ല. അപ്പോൾ ഓഫായി കിടന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പം ക്ലീനിങ്ങിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഒരു ചെറിയ ചാനലാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ക്ലീനിങ്ങിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിലിരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് വെളിയിൽ വെച്ച് കംപ്ലീറ്റ് സാധനങ്ങളും അങ്ങനെ ഇടിച്ചു കുത്തി സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുത്ത് വെക്കത്തില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ വെക്കത്തുള്ളൂ. 1-2 ദിവസത്തിൽ കൂടുതൽ ഫുഡ് ഐറ്റംസ് ഒന്നും വെക്കത്തുമില്ല. എങ്കിലും ഉള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ട് അതിൻ്റെ ട്രേയും ബോക്സും എല്ലാം ഊരി മാറ്റിയിട്ട് ഒന്ന് തുടച്ചെടുത്ത് ആദ്യം. പിന്നെ ഞാൻ ഒരു ഇച്ചിരി ലോഷനും ഏതെങ്കിലും ഒരു ലിക്വിഡ് അങ്ങ് ഒഴിക്കും വെള്ളത്തിൽ. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്ത് നമുക്ക് ഒരുപാട് പണി കുറഞ്ഞ് കിട്ടുന്ന ഒരു ടിപ്പാണ്. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ട്രേയിലും ബോക്സിലും എല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു തുണിയോ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങുള്ള എന്തെങ്കിലും ഒരു പേപ്പറോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ പേപ്പർ അങ്ങ് മാറ്റി കൊടുത്താൽ മതി. എപ്പോഴും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഇതിലിരുന്ന എല്ലാ ട്രേയും ബോക്സും എല്ലാം ഒന്ന് കഴുകിയെടുത്ത് ലോഷനും ലിക്വിഡും ഒന്നും ഇട്ട് കഴുകല്ലെന്ന് പറയുന്നത് കേൾക്കാം. എന്നാലും എനിക്കൊരു സമാധാനമില്ല. ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. ചെയ്യുമ്പോഴെല്ലാം ഞാനിങ്ങനെ ഡിഷ് വാഷ് എന്തെങ്കിലും ലിക്വിഡ് ഇട്ട് ക്ലീൻ ചെയ്യും. ജസ്റ്റ് തുടച്ചെടുക്കുകയേ ചെയ്യാവുള്ളെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്ര നമ്മൾ സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും ഇറച്ചി, മീൻ, പാല് ഒക്കെ വെക്കുന്നതിൻ്റെയൊക്കെ ഒരു വെള്ളമൊക്കെ എന്തായാലും വീഴാതിരിക്കത്തില്ലല്ലോ, നമ്മൾ ധൃതിയിലെടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ. അപ്പം ഒരു ഇച്ചിരി ലിക്വിഡൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതുപോലെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്വയം സംതൃപ്തി. പിന്നെ ഞാനൊരു ബ്രഷ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഡീപ്പായിട്ടുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് ക്ലീൻ ചെയ്യാൻ. ചകിരി വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലായിടത്തെ അഴുക്കൊന്നും പോകത്തില്ല. ഈ കോർണറിലൊക്കെ ബ്രഷ് ഇട്ട് കഴുകിയെങ്കിലേ പോകത്തുള്ളൂ. അങ്ങനെയെല്ലാം ഞാൻ കഴുകിയെടുത്തിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തോട്ട് കോട്ടൻ്റെ തുണി ചില ടൈമിൽ ഇട്ട് കൊടുക്കും. ആ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഇപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങുള്ള പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എവിടുന്നേലുമൊക്കെ ഇങ്ങനത്തെ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കും. എന്നിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഇതിനകത്തോട്ട് എടുത്ത് വെക്കാനുള്ള സാധനങ്ങൾ തിരിച്ച് എടുത്ത് വെച്ചാൽ മതി. അതെല്ലാം ഒന്ന് തുടച്ചെടുത്ത് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.